ബീർ അതോടൊപ്പം തന്നെ ഷുവൈക്ക് തുറമുഖങ്ങൾ, ഈ രണ്ട് തുറമുഖങ്ങളും കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിച്ചു. ഇതിൽ അൽ കബീർ തുറമുഖം ചൈനയുടെ കൂടി സഹായത്തോടെ നിർമ്മിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ്. ചൈനയ്ക്ക് നിക്ഷേപമുള്ള ഒരു ഇടമാണ്. ആ തരത്തിൽ ഉള്ള ഒരു പ്രതിസന്ധി. മറ്റൊന്ന്, ഈ ക്രൂഡിൻ്റെ വില അത് വീണ്ടും $100 ബാരലിനുള്ള വില മാറുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ കാണുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനകം തന്നെ പല രാജ്യങ്ങളും അവരുടെ നാടുകളിൽ ഈ ഇന്ധന വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇതുവരെ അങ്ങനെ ഇന്ധന വില വർദ്ധിപ്പിച്ചിട്ടില്ല. പകരം ഈ നികുതി പിരിച്ചിരുന്നതിൽ അതിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ വിൽപ്പന വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. നയാര പോലുള്ള സ്വകാര്യ കമ്പനികൾ ഇതിനകം തന്നെ പെട്രോളിനും ഡീസലിനുമൊക്കെ വില കൂട്ടിയിട്ടുണ്ട്. പെട്രോളിന് ഏതാണ്ട് $5 ആണ് അവർ വർദ്ധിപ്പിച്ചത്. പക്ഷേ മറ്റ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇതുവരെ വില വർദ്ധിപ്പിച്ചിട്ടില്ല. ഒരു പക്ഷേ $140 മുകളിലേക്ക് ബാരലിൻ്റെ വില പോയി കഴിഞ്ഞാൽ തീർച്ചയായും സ്ഥിതി സങ്കീർണമാകും. അങ്ങനെയാണെങ്കിൽ വലിയ വിലക്കയറ്റം രാജ്യത്ത് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടാകും. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയത് ഇപ്പോൾ ഒരു പ്രതിസന്ധിയുടെ സാഹചര്യം ഇല്ല എന്നത് തന്നെയാണ്. മാത്രമല്ല, വളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഇറാനിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നതാണ്. കൃഷിയെപ്പോലും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഏതായിരുന്നാലും വിവിധ ലോകരാജ്യങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി രംഗത്തുണ്ട്. പാകിസ്ഥാൻ്റെ ഒരു മധ്യസ്ഥ ശ്രമം, പാകിസ്ഥാൻ നമുക്കറിയാം ഇന്ത്യയിലേക്ക് പലപ്പോഴും ഭീകരാക്രമണങ്ങൾ നടത്തി അന്താരാഷ്ട്ര തലത്തിൽ ഒരു മോശം